ആശാവർക്കർമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ പ്രസ്താവന അധിക്ഷേപകരമാണെന്നും മന്ത്രി പ്രസ്താവന പിൻവലിക്കണമെന്നും സമരക്കാർ. തങ്ങളെ സമരം ചെയ്യുന്നതിലേക്ക് എത്തിച്ചത് കഷ്ടപ്പാടാണ്, അധ്വാനിച്ചതിന്റെ പ്രതിഫലമാണ് തങ്ങൾ ചോദിക്കുന്നത്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും ആശാവർക്കർമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം ഇന്നിപ്പോൾ 7ാമത്തെ ദിവസം എത്തി നിൽക്കുകയാണ്. ഇതിനിടയിൽ ഇവരുടെ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ആശാവർക്കർമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. നിങ്ങളുടെ ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് ധനവകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് അതിനോടുള്ള പ്രതികരണം? ഒരിക്കലുമല്ല, അതിനോട് 100% വിയോജിക്കുന്നു. ധനമന്ത്രി ഈ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് ഓൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഇവിടെ ആവശ്യപ്പെട്ട് മുദ്രാവാക്യം മുഴക്കിയത്. ഞങ്ങളെ കോഴിക്കുഞ്ഞുങ്ങളൊന്നുമല്ല തവിട് കൊടുത്ത് വളർത്തുന്നത്. ആരെങ്കിലും പറഞ്ഞു തന്നു മുദ്രാവാക്യം വിളിക്കാൻ? ഞങ്ങൾ ആശമാരാ, ഞങ്ങൾ അമ്മമാരാ, ഞങ്ങളെ കുഞ്ഞുങ്ങളെ അക്ഷരം പറഞ്ഞു കൊടുത്ത് തെറ്റ് ശരി പഠിപ്പിക്കുന്ന അമ്മമാരാ, സമൂഹത്തിൽ നന്മ പറഞ്ഞു കൊടുക്കുന്നവരാ. അങ്ങനെയുള്ള ഞങ്ങൾക്ക് ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ കഷ്ടപ്പാടിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അതിന് ഞങ്ങൾക്ക് അധ്വാനിച്ചതിന്റെ പ്രതിഫലം കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങളുടെ ഡിമാൻഡുകൾ കണ്ടില്ലേ, 3 ഡിമാൻഡാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇവർ ലക്ഷങ്ങളും കോടികളും ഒന്നും തരണ്ട. ഞങ്ങൾ ആകെ ചോദിക്കുന്നത്, ഞങ്ങൾ അധ്വാനിച്ച് 62 വയസ്സാകുമ്പോൾ ഞങ്ങൾ സ്വയം പിരിഞ്ഞു പോകാൻ അവർ പറയുന്നുണ്ട്. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിരിഞ്ഞു പോവേണ്ടത്? 10 തൊഴിലാളികളുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലായാലും അവർക്ക് ESI ഉണ്ട്, PF ഉണ്ട്, മറ്റ് ആനുകൂല്യങ്ങളുണ്ട്, ലീവ് വേക്കൻസി ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇത്രയും ഉണ്ടായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു ഞങ്ങളെ മാനിക്കാൻ അവർ വേറൊന്നും നോക്കണ്ട. ഈ കോവിഡ് സമയത്ത് ആശമാര് ഈ കേരള സമൂഹത്തിന് വേണ്ടി, ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് മാത്രം അവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവർ ഞങ്ങൾ അന്നേരം വിളിച്ചല്ലോ, ആശമാരാണ് കേരളത്തിന്റെ ജനങ്ങളുടെ ആരോഗ്യത്തിന് നട്ടല്ലെന്ന്, കേരളം നമ്പർ 1 ആണെന്നും WHO അംഗീകരിച്ച് ഈ ഇവിടുത്തെ ആശാവർക്കർമാരുടെ പേരിലാണ് അന്ന് പോയി ശൈലജ ടീച്ചർ ട്രോഫി വാങ്ങിയത്. അവർക്ക് കിട്ടിയത്, ആദരവ് കിട്ടിയത് അന്ന് എന്താ പറഞ്ഞത്? ഞാനിത് സ്വീകരിക്കുന്നത് എന്റെ കേരളത്തിലെ എല്ലാ ആശാ സഹോദരിമാർക്കും വേണ്ടിയാണെന്ന്. ഞങ്ങളിൽ 11 പേര് മരിച്ചുപോയി. 11 ആശാ വർക്കർമാർ മരിച്ചുപോയി കോവിഡ് സമയത്ത്, കോവിഡ് ബാധിച്ച്. അവരെ ആ 11 പേരുടെ ഫോട്ടോയും വെച്ച് ഞങ്ങൾക്ക് തന്ന ആശാ ഡയറിയിൽ മരിച്ചുപോയ കോവിഡ് പ്രതിരോധത്തിനിടയിൽ മരണപ്പെട്ട ആശമാർക്ക് ആദരവ് അർപ്പിക്കുന്നതെന്നല്ലാതെ ഈ 11 ആശമാരുടെ വീട്ടിൽ അരിയുണ്ടോ, ഉപ്പുണ്ടോ, മുളകുണ്ടോ, അവരെങ്ങനെ ജീവിക്കുന്നതെന്ന് ആരും തിരിഞ്ഞു നോക്കിയില്ല. 10 പൈസ കൊടുത്തിട്ടുമില്ല. സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ അവരുടെ ഫോട്ടോസ് ഉണ്ട്. അവർ പണിയെടുത്ത് FHSയുടെ പേരുകളുണ്ട്, നിങ്ങൾക്ക് പോയി അന്വേഷിക്കാം. അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ ഏത് ആശയായിരുന്നു അവർ അഡ്രസ്സ് എന്താണെന്നും കിട്ടും. പല സെന്ററിൽ നിന്നുള്ള ആശമാരാ. അതൊക്കെയല്ലേ അറിയേണ്ടത്. മറ്റുള്ള നേഴ്സുമാരെ, ഡോക്ടർമാരൊക്കെ മരിച്ചപ്പോൾ അവർക്ക് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം കിട്ടി. ഞങ്ങൾ ഈ 11 ആശമാർ ജീവൻ പണയം വെച്ച് ഈ കേരള സമൂഹത്തിന് വേണ്ടി പണിയെടുത്തിട്ട് ഈ 11 ജീവൻ നഷ്ടപ്പെട്ട ആശമാർക്ക് എന്ത് കൊടുത്തു? സർക്കാർ ഒന്നും കൊടുത്തില്ല. ഞങ്ങൾക്കൊരു സംഘടനാപരമായി ഞങ്ങളൊരു യൂണിയന്റെ, ഈ പാർട്ടിക്കാരുടെയൊക്കെ ഒരു യൂണിയനിൽപ്പെട്ട ആശമാരായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആനുകൂല്യം കിട്ടില്ലേ? ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അനന്തരാവകാശികൾക്ക് ജോലി കിട്ടില്ലേ? ഭാര്യ മരിക്കുമ്പോൾ ഭർത്താവിന് പെൻഷൻ കൊടുക്കത്തില്ലേ? മക്കള് അവര് വയസ്സ് പെൻഷൻ ആവാതെ മരിക്കുന്നുണ്ടെങ്കിൽ അനന്തരാവകാശിക്ക് ജോലി കൊടുക്കില്ലേ? എന്തെല്ലാം ഇതുണ്ട് സർക്കാരിന്റെ മാനദണ്ഡങ്ങളിൽ. ഇതൊന്നും തരാതെയാണ് ഞങ്ങളുടെ സഹോദരിമാരെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്ത് വേദനയോടെയാണ് ഞങ്ങൾ. ഇനി നാളൊരു കാലത്ത് എന്ത് മഹാമാരിയാണ് പൊട്ടിപ്പുറപ്പെട്ട് വരുന്നതെന്ന് അറിയില്ല. അപ്പോഴും അന്നേരം ഇവർ ഞങ്ങളെ വിളിക്കും. ഞങ്ങൾ അന്നേരം അപ്പോഴും പട്ടികളെ പോലെ വരണം, പണിയെടുക്കണം, പൊക്കോളണം. അവർ തരുന്ന റൊട്ടി കഷ്ണം കഴിച്ചിട്ട് പൊക്കോളണം എന്നാണ് അവരുടെ വിചാരം. ഞങ്ങളെ ആരും പറഞ്ഞ് പഠിപ്പിക്കണ്ട. ബഹുമാനപ്പെട്ട ധനമന്ത്രി ബാലഗോപാൽ ഈ പ്രസ്താവന പിൻവലിച്ചേ മതിയാവുള്ളൂ. സ്ത്രീ ശാക്തീകരണമെന്നും വനിതാ മതിലെന്നും പറഞ്ഞ് നടക്കുന്ന ഈ സർക്കാരെ നാണമില്ലേ ഞങ്ങൾ ആക്ഷേപിക്കുക? ഇങ്ങനെ അതിശേവ വാക്കുകളല്ലേ ഇത്? എങ്ങനെ പറയാൻ തോന്നി ഞങ്ങളോട്? അദ്ദേഹത്തിന്റെ സഹോദരിയോ അദ്ദേഹത്തിന്റെ അമ്മയോ അവരുടെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ ആരെങ്കിലും ഇങ്ങനെ പണിയെടുക്കുന്നുണ്ടോ? നമ്മളെ ബഹുമാനിക്കേണ്ട സർക്കാരല്ലേ ഇത്? ഇടതുപക്ഷ സർക്കാരെന്ന് വെച്ചാൽ ഏതൊരു പണിയെടുക്കുന്ന തൊഴിലാളിയുടെ പ്രതീക്ഷയോട് ആരും നോക്കുന്ന ഒരു സർക്കാരാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാ? 5 വർഷം കോൺഗ്രസ് ഭരിക്കും, 5 വർഷം ഇടതുപക്ഷം ഭരിക്കും, ജനങ്ങൾ മാറി മാറി വോട്ട് ചെയ്യും, നമുക്ക് ഇവർ തന്നില്ലെങ്കിൽ അവർ തരും. വാഗ്ദാനം അങ്ങനെയാ. ഇവർക്കിലൊക്കെ ഇലക്ഷന് വരാൻ വേണ്ടിയിട്ട് പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വാഗ്ദാനങ്ങൾ കൊടുക്കും. ഞങ്ങൾ വരുമ്പോൾ അത് ചെയ്യാം, ഞങ്ങൾ വരുമ്പോൾ ഇത് ചെയ്യാം. പാവപ്പെട്ട ജനം ഇത് വിശ്വസിച്ച് വോട്ട് കൊടുക്കും. അതല്ലേ നമ്മുടെ കേരളത്തിൽ മാധ്യമങ്ങൾക്കെല്ലാം അറിയാലോ. ഞാൻ പറയാം. അതുകൊണ്ട് ബാലഗോപാൽ സാർ പറഞ്ഞതുപോലെ ഞങ്ങള് ആരെങ്കിലും ഊതി ഉറപ്പിച്ചു വിട്ട ബലൂണുകളല്ല. ഞങ്ങൾ
ഈ പൊരി വെയിലത്ത് പണിയെടുത്ത് മഹാമാരിയെ നേരിട്ട അമ്മമാരാ ഞങ്ങൾ കൂടുതൽ. ഞങ്ങൾക്ക് സ്ട്രെങ്ത് ഉള്ളിൽ നിന്നാ വന്നത്. അന്ന് ആ കോവിഡിനെ നേരിടുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും അറിയില്ല അതിന് ആ വൈറസിന് എത്രമാത്രം വ്യാപ്തി ഉണ്ടെന്നോ. ഞാൻ ഒരു കാര്യം അറിയായിരുന്നു, ഞങ്ങൾ പട്ടാളക്കാരെ പോലെ കാശ്മീരിന്റെ പാകിസ്ഥാന്റെ അതിർത്തിയിലേക്ക് പോകുന്ന പട്ടാളക്കാരെ പോലെ നെഞ്ചും വിരിച്ച് കോവിഡിനെ നേരിടാൻ വേണ്ടി ഇറങ്ങിച്ചെന്നവരാ. എന്ന് വെച്ചാൽ ആ കോവിഡ് എന്ന് കേട്ട് സർക്കാരിന്റെ ഉത്തരവ് വന്നുവല്ലോ, 2020 മാർച്ച് 1 മുതൽ ലോകമെമ്പാടും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 ആഴ്ച കാലത്തേക്ക് പൊതുജനങ്ങളാരും പുറത്തേക്ക് ഇറങ്ങരുത്. ഈ ഉത്തരവ് ലംഘിച്ച കളക്ടറുടെ ഓർഡറാ ലംഘിച്ചു കഴിഞ്ഞാൽ നല്ല ശിക്ഷാ നടപടികൾ, തത്സമയം ശിക്ഷാ നടപടി ഉണ്ടാവും. പോലീസ് അത് അവർ ഉത്തരം പറയേണ്ടി വരും. രോഗം പകർത്തിക്കൂടാ. വിദേശത്ത് നിന്ന് ആര് വന്നാലും അവരുടെ റൂട്ട് മാപ്പ് എടുക്കുക, അവരെ തെരഞ്ഞു പിടിക്കുക, അവരാരോടൊക്കെ പോയി ആരോടൊക്കെ സഹകരിച്ച് അവരുടെ റൂട്ട് മാപ്പാ പോണം ആശ എവിടെയൊക്കെ ബന്ധപ്പെട്ടു ആരൊക്കെ ഉണ്ട് അവരെല്ലാം ക്വാറന്റൈനിലാക്കണം. അവരെ വീടുകളിൽ ചെന്ന് സ്റ്റിക്കർ എഴുതി നിങ്ങളെ 2 ആഴ്ച കാലത്തേക്ക് ക്വാറന്റൈനിലാക്കിയിരിക്കുന്നു മുദ്ര പതിപ്പിച്ച് ഫോട്ടോ എടുത്ത് MOയ്ക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് ആശ എല്ലാ ദിവസവും അവരെ വിളിച്ച് സമയാസമയം രോഗവിവരം തിരക്കണം. അവർക്ക് ശ്വാസം മുട്ടലുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. എക്സസൈസ് രീതികളുണ്ട്, അത് പറഞ്ഞു കൊടുക്കണം. ഈ ജോലി ചെയ്യുന്നതിന്റെ ഇടയിലും DMO ഓഫീസിൽ നിന്ന്, അതായത് നമ്മുടെ മേലധികാരികൾ നമുക്ക് ഓൺലൈൻ ക്ലാസ് തന്നുകൊണ്ടിരിക്കും എങ്ങനെ കോവിഡ് പേഷ്യന്റിനെ പരിപാലിക്കണമെന്ന്. അതൊക്കെയും പഠിച്ചിട്ടാണ്. നമ്മുടെ സ്വന്തം കാര്യം നോക്കാൻ നേരമില്ല, ഭർത്താവിനെ നോക്കാൻ കാര്യമില്ല, മക്കളെ കാര്യം നോക്കാൻ നേരമില്ല, അവരോടൊന്നും അടുത്തിരുന്ന് സംസാരിക്കാൻ നേരമില്ല. കാരണം നമുക്ക് പേടിയാ നമ്മൾ രോഗം എന്ത് പറയും. ആ സമയങ്ങളിൽ ഈ പറയാമോ എന്ന് എനിക്ക് പറഞ്ഞോളാം, പക്ഷേ പറയടി. ഈ പണിയെടുത്ത ചെറുപ്പക്കാരായ ആശാ സഹോദരിമാർക്ക് ഭർത്താവിനൊപ്പം ബെഡ്റൂമിൽ പോകാൻ പോലും പേടിയായിരുന്നു. നമ്മൾ രോഗിയാണെങ്കിൽ അവർ രോഗിയാവും. എന്തുമാത്രം ബയോളജിക്കലായ ഡിഫറൻസുകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും സർക്കാർ ഇതുവരെ പാലിച്ചില്ലെന്നാണ്. ഞങ്ങൾക്ക് പ്രധാനമായിട്ട് എന്നും കടലാസുകളിൽ എഴുതി വെക്കുന്ന വാക്കുകളെ ഉള്ളൂ. നമുക്ക് ആ വാക്ക് പോരാ. ഞങ്ങൾക്ക് അത് അവര് പറയില്ല, മുദ്ര ചെയ്ത് തന്നെ തരണം ഞങ്ങളുടെ ഈ ഡിമാൻഡ്. കേരള ഗവൺമെന്റ് ഇത് അംഗീകരിച്ച് മുഖ്യമന്ത്രി ഉത്തരവിടണം, മന്ത്രിസഭ തീരുമാനമെടുക്കണം. ആരോഗ്യ കേരളത്തിന് കോടികളുടെ ഫണ്ട് അനുവദിക്കുമ്പോൾ അടിസ്ഥാന തൊഴിൽ വർഗമായ ആശാ വർക്കർമാരെ പരിഗണിച്ചുകൊണ്ട് ഇവരുടെ വേതന, ഞങ്ങളുടെ പാവപ്പെട്ട ഈ ആശമാരുടെ വെറും 7,000 രൂപ ഓണറേറിയം അത് തരാൻ പോലും ഇവർക്കില്ല. മാറ്റിവെക്കുക എന്നിട്ട് ഇൻസെന്റീവും ഓണറേറിയം പ്രത്യേകം തരാതെ ഈ ഇൻസെന്റീവ് ഓണറേറിയം ഒരുമിച്ച് ഒരു തുകയായിട്ട് തരിക. അല്ലാതെ ഇന്ന് 7 രൂപ തന്ന് പിന്നെ 4 മാസം കഴിഞ്ഞ് 3,000 രൂപ തന്ന് പല ജോലിയുടെ ക്രൈറ്റീരിയകളാണ്. ഈ ക്രൈറ്റീരിയകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഞങ്ങൾക്ക് വേതനം നിശ്ചയിക്കുന്നത്. അപ്പം എനിക്ക് 10 രൂപ കിട്ടുമെങ്കിൽ ഈ ചേച്ചിക്ക് 15 രൂപ കിട്ടും, വർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഞങ്ങൾക്കതല്ല, ഒരു തൊഴിലിന് ഒരു മാനദണ്ഡം, ഒരു കൂലി, ഒരേ തൊഴിലെടുക്കുന്നവരാ. അപ്പൊ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു തൊഴിൽ മാനദണ്ഡം, ഒരു ശമ്പള പരിഷ്കരണം നടത്തി മിനിമം വേതനമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 21,000 രൂപയാണ്. അത് തരിക. അത് വലിയ തുകയൊന്നുമല്ല, വെറും 700 രൂപയാണ് അങ്ങനെ ചോദിക്കുമ്പോൾ വരുന്നത്. 7,21 30 ദിവസത്തേക്കുള്ളൊരു. ഞങ്ങൾ ഡെയിലി പോകണം, സൺഡേ അവധിയൊന്നുമില്ല. ഒരു കല്യാണം വീട്ടിൽ പോയാൽ, പാലാച്ചിന് പോയാൽ, എന്തിന് അച്ഛനും അമ്മയും മരിച്ചു കിടന്നാൽ പോലും ആര് വിളിച്ചാലും റിപ്പോർട്ട് കൊടുക്കണം. എന്തൊരു കഷ്ടമാണെന്ന് അറിയാമോ? വേറൊരു സർക്കാർ ജീവനക്കാർക്കും ഇല്ലാത്ത, അവർക്ക് ലീവുണ്ട്, ആരും വിളിക്കും, അവർക്ക് ലീവ് എടുത്ത് ഉല്ലാസയാത്ര പോകും, എല്ലായിടത്തും പോകും. ആശയ്ക്ക് എന്നും വെക്കൂടാ, ആശയ്ക്ക് ഒരു ലീവുമില്ല. ആശയ്ക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും സമയമില്ല. നമ്മളെപ്പോഴും അവൈലബിൾ ആയിരിക്കണം അവർക്ക്. എന്ത് പറയും പോലെ 108 ആംബുലൻസ് പോലെയാണ്. എവിടെ ആക്സിഡന്റ് കിടക്കും അന്നേരം പി അടിച്ച് അവർ ചെല്ലും പോലെയാണ് നമ്മുടെ അവസ്ഥ. ഇന്നലെ ഇപ്പൊ ആരോഗ്യ വകുപ്പ് മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഉന്നയിച്ച ഒരു ആവശ്യവും അംഗീകരിക്കപ്പെട്ടില്ലെന്നാണോ? വെറും പ്രഹസനമായിരുന്നു. അവര് ഞങ്ങളെ ഇന്നലെ 6ാം ദിവസമാണ് വിളിച്ചപ്പോഴത്തേക്ക് ഈ 6 ദിവസം കൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിക്കാതെ, അദ്ദേഹത്തുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രശ്നം തീർക്കാനെന്നുള്ളത് സംസാരിക്കാതെ നമ്മളൊരു പ്രഹസനത്തിന് വിളിച്ചിട്ട് അവിടെ ചെന്നിട്ട് ധനവകുപ്പുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞാണ് നമ്മളെ തിരിച്ചുവിട്ടത്. ഇന്ന് ആ ധനകാര്യ മന്ത്രിയാണ് മൊത്തം തള്ളി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരോഗ്യവും തള്ളിവിട്ടതാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിരിക്കുന്നത്. ഈ ധനകാര്യമന്ത്രി ഈ അന്തസ്സുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, നിങ്ങൾക്ക് കിട്ടാനുള്ള 3 മാസത്തെ ഞങ്ങൾ കഷ്ടപ്പെട്ട വേതനം തന്നിട്ട് നിങ്ങൾക്ക് ആ വേതനം ഇട്ടിരിക്കുന്നു, നിങ്ങൾ അക്കൗണ്ടുകളിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഇങ്ങനെയുള്ള അപവാദം പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾ ക്ഷമിച്ചനെ. പക്ഷെ അതുപോലും തന്നിട്ടില്ല. ഈ 7 ദിവസമായി ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് കുട്ടികളെയും ഹസ്ബൻഡിനെയും ഒക്കെ വീട്ടിലിട്ടിട്ട് രോഗികളായ അവരെ ശുശ്രൂഷിക്കാൻ പോലും ഞങ്ങൾ കഴിയാതെയാണ് രാപ്പകലും ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ തളർന്നു പോവില്ല. ഇതിന്റെ അവസാനം കണ്ടിട്ട് ഞങ്ങളെ ഓരോ അംഗങ്ങളായിട്ട് മരിച്ചു വീണാലും ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ തന്നെ ഞങ്ങൾ ഇരിക്കും. ഒരു കാരണവശാലും ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ട് രക്ഷപ്പെടാന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് നോക്കണ്ട. ഞങ്ങൾ പോകില്ല, ഞങ്ങൾ ഡ്യൂട്ടി കൊടുക്കില്ല.
നിങ്ങൾ അടുത്ത സമര പരിപാടികൾ എങ്ങനെയൊക്കെയാണ്? സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം? വ്യക്തമാക്കാൻ തന്നെ തീരുമാനം. ഞങ്ങൾക്ക് ഈ 21,000 രൂപ നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് അതാത് മാസം കയ്യിലും കിട്ടണം. പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപയും കിട്ടണം. ഞങ്ങളുടെ ക്രൈറ്റീരിയ മാറ്റി തരണം. ഇത് ഞങ്ങളുടെ 3 ഡിമാൻഡ് ഞങ്ങൾക്ക് അംഗീകരിച്ചേ ഞങ്ങളത് നിർത്തുള്ളൂ. ഈ സമരത്തിലിരിക്കുന്നതുകൊണ്ട് ഞങ്ങളെ അറിയാവുന്ന ആൾക്കാരെല്ലാം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇത്ര രൂപയെ ശമ്പളം ഉള്ള എന്ന് അവര് തന്നെ സങ്കടത്തോടെ ചോദിക്കുകയാണ്. ഞങ്ങൾ വിചാരിക്കും 21, 25 കാണുമായിരിക്കും. അവര് ഞങ്ങളെക്കാട്ട് കഷ്ടതയാണ് അവര് പറയുന്നത് ഞങ്ങളെ കുറിച്ച്. വെയിൽ കൊണ്ട് ഇത്രയും ഞങ്ങൾ അവരെ വീട്ടിൽ പോകുമ്പോ അവർക്ക് അറിയാം. നിറം പോലെയാണ് ഓരോരുത്തരെ വീട്ടിൽ ചെല്ലുന്നത്. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, ഇത്ര പൈസക്കാണോ നിങ്ങൾ ഇത്രയും ത്യാഗം അനുഭവിക്കണമെന്നാണ് അവർ ചോദിക്കുന്നത്. അത്രയ്ക്ക് കിടന്ന് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ പണി ചെയ്യുന്നത്. എന്നിട്ട് പോലും ആ ഉള്ള തുക ഒരു പൈസ ഞങ്ങളെ കൈകളിൽ മാസാമാസം പോലും അവരെത്തിക്കാനുള്ളൊരിത് അവർ തരുന്നില്ല. 5-ാം തീയതിക്കകം 21,000 രൂപ അത് മാസം ഒരു ഇതായിട്ട് തരണം. അങ്ങനെ അല്ലാതെ ശമ്പളം. അതുപോലെ ഞങ്ങള് 18 വർഷമായി ആശയിൽ കയറിയിട്ട്. അപ്പൊ നമ്മുടെ നല്ല കാലം അത്രയും നമ്മുടെ ചോരയും നീരും എല്ലാം നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി കൊടുത്തു. ഇനി 62 വയസ്സാകുമ്പോഴത്തേക്ക് നമുക്കൊന്നും തരാതെ പറഞ്ഞു വിടുന്ന ഒരു ചിന്ത അതൊന്ന് മാറ്റിവെക്കണം. കാരണം നമുക്ക് വെള്ളം കുടിച്ച് കിടക്കണമല്ലോ. നമുക്ക് 5 ലക്ഷം രൂപ 62 വയസ്സായി നമ്മളെ പറഞ്ഞു വിടുമ്പോഴത്തേക്ക് നമുക്ക് തന്നേ പറ്റുള്ളൂ. അതൊക്കെയാണ് നമ്മുടെ ഡിമാൻഡുകൾ. ഞാനാണെങ്കിൽ വാടകയ്ക്കാണ് കിടക്കണം. വാടക കൊടുക്കാൻ പോലും ഇപ്പൊ പറ്റുന്നില്ല. സ്ഥിരം ഒരു വരുമാനമാണെങ്കിലല്ലേ വാടക കൊടുക്കാൻ പറ്റൂ. ലോണുണ്ട്. ഒരു ഫോൺ വാങ്ങിച്ച് ശൈലി ആപ്പെന്നും പറഞ്ഞൊരു ഫോൺ വാങ്ങി. അപ്പൊ അതിന് മാസം തോറും ലോണാണ്. അതും അടയ്ക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് വരാനൊന്നും വണ്ടിക്ക് കാശ് പോലും ഇല്ലായിരുന്നു. ഇനിയിപ്പോ 20-ാം തീയതി സമരമുണ്ട്. ഞങ്ങൾ തെണ്ടിയിട്ടാണെങ്കിലും ഞങ്ങൾ ഇവിടെ വരും. അത് ഞങ്ങൾ ഉറപ്പിച്ചു വെച്ച കേട്ടോ. എന്ത് വന്നാലും ശരി ഞങ്ങൾ ഇതിനൊരു ഇത് കണ്ടിട്ടേ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുള്ളൂ. കാരണം ഞങ്ങളെ പോലെ തന്നെ എല്ലാ ആശമാരും അതെ ഈ 7,000 രൂപയ്ക്ക് 70,000 രൂപയുടെ പണിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഉറക്കമൊന്നും പറഞ്ഞതില്ല. 12 മണിക്ക് 12 മണി, 11 മണിക്ക് 12. ഇങ്ങോട്ട് എടുത്തോളാൻ പറയുമ്പോൾ നമ്മളത് കൊടുത്തേ തീരുള്ളൂ. കാരണം അവർക്ക് മേളിൽ നിന്ന് അതുപോലെ പ്രഷർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് അവരങ്ങനെ പറയുന്നത്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു പറയാം. ഞങ്ങൾക്ക് ഇത് കിട്ടാതെ ഞങ്ങളിത് പോകുന്ന പ്രശ്നമില്ല. 7,000 അത് ഞങ്ങളുടെ കൈ തരണം. ഞങ്ങൾക്ക് കിട്ടാനുള്ള ഈ മാനദണ്ഡമില്ലേ, ആ മാനദണ്ഡങ്ങളെല്ലാം ഇവർ കളഞ്ഞിട്ട് ഞങ്ങൾക്ക് 21,000 രൂപ ഞങ്ങൾക്ക് ഒരു ഓണററി ആയിട്ട് ഇവർ തരുവേ ചെയ്യണം. അല്ലാതെ ഞങ്ങൾ പോവില്ല മാഡം. അത് എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ച് ഇവർ ഞങ്ങളെ എന്തെന്ന് ഇവിടെ കിടന്ന് പട്ടിയെ പോലെ തല്ലിക്കൊന്നും ഞങ്ങൾ പോവുകയില്ല. ഞങ്ങൾ അതുപോലെ പട്ടിയെ പോലെ പണിയെടുക്കുന്ന ആൾക്കാരാ. ഞങ്ങൾ വെയിലത്ത് കുരുത്തവരാ. തീയിലും അതുപോലെ തന്നെയായിരിക്കും, മഴയത്തും അതുപോലെ തന്നെയായിരിക്കും. ആശാ വർക്കർമാരെ തരം താഴ്ത്തി കിട്ടുന്ന പ്രസ്താവനയായി പോയി ധനമന്ത്രി KN ബാലഗോപാലിന്റേത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ആ പ്രസ്താവന ധനമന്ത്രി പിൻവലിക്കണം എന്നുള്ള ആവശ്യം കൂടി ആശാ വർക്കേഴ്സ് ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും സമരം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ ശക്തമായ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്താൻ തന്നെയാണ് ആശാ വർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.